ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. സുഖം ദൈവം തരുന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ആ സന്തോഷം നിങ്ങൾക്കും എനിക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കാരണം ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും സന്തോഷം തരുന്നില്ല. കാരണം ബാക്കിയെല്ലാം സന്തോഷം തരുമായിരിക്കാം, പക്ഷെ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ സന്തോഷം, ദൈവം നമുക്ക് തരുന്ന സന്തോഷം, അത് നിത്യമായ സന്തോഷമാണ്. മനസ്സിന് സമാധാനം ഉണ്ടാകണോ, നല്ല സമാധാനം കിട്ടണോ, ദൈവത്തോട് ചേർന്ന് നിൽക്കും. തീർച്ചയായിട്ടും ദൈവം തരും. മറ്റെന്തിനേക്കാളും വലിയ സന്തോഷം ദൈവം തരും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം വചനം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്, അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ഞാൻ എന്ന് പറയുന്നത് ദൈവം പറയുകയാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ഇന്ന് പഠിക്കുന്ന വചനം മിക്ക പ്രവാചകന്റെ പുസ്തകമാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളിൽ 40-ാമത്തെ പുസ്തകമാണ്. 40-ാമത്തെ പുസ്തകമായിട്ട് കിടക്കുന്ന ചെറിയ പുസ്തകമാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം. അതിൽ 6-ാം അധ്യായം 8-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. മിക്ക പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത് പഴയ ബൈബിളാണെങ്കിൽ 948-ാമത്തെ പേജ്. ഞാൻ ഈ പേജ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി എടുക്കുവാനായിട്ടാണ്. 948, 948 പേജാണ്. ഇനി പുതിയ പരിഷ്കരിച്ച ബൈബിളല്ല, പഴയ ചെറിയ ബൈബിളുണ്ടല്ലോ, അതാണെങ്കിൽ 1314-ാമത്തെ പേജിലാണ് ആ പുസ്തകം ആയിരിക്കുന്നത്. മിക്ക പ്രവാചകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് മൈക്ക, ചാപ്റ്റർ 6 വേഴ്സ് 8 പറയുന്നത് ഇതാണ്: മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വചനമാണ്. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? He has told you, O mortal, what is good and what does the Lord require of you, but to do justice and to love kindness and to walk humbly with your God. നീതി പ്രവർത്തിക്കുക, നല്ലതെന്താണെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇത് ശരിക്കും ഒരു നല്ലൊരു ഉപദേശമല്ലേ? ദൈവം നമുക്ക് തരുന്ന ഒരു നല്ല മാർഗം കാണിച്ചു തരികയാണ്. നല്ലതെന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ ചരിക്കാനായിട്ട് ഒരു വിളി നമുക്കുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കും ഉണ്ട്. നന്മയിൽ ജീവിക്കുക, നന്മ ചെയ്യുക, നന്മയിൽ ജീവിക്കുക, ഇത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഈ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യത്തെ നാം പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു അഭിഷേകം, അതിൻ്റെ ഒരു കൃപ നിങ്ങൾക്ക് ഒരു പുതിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. അതുകൊണ്ട് നമ്മെ അലട്ടുന്ന പാപവും ഭാരവും എല്ലാം നീക്കിക്കളയാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു വചനയില്ലേ, അതിനോട് ചേർത്ത് വയ്ക്ക്. നന്മ ചെയ്ത് ജീവിക്കാൻ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നീതി പ്രവർത്തിക്കുക, നന്മ ചെയ്യുക. മനുഷ്യ, നല്ലതെന്തെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, അവിടുത്തെ സന്നിധിയിൽ വിനീതനായിട്ട് എളിമയുള്ള ഒരു മനുഷ്യനായിട്ട് ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നമുക്ക് നന്മ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.